ടമാർ പടാറായിട്ട് കാണാൻ പറ്റുന്ന ഒരു രസകരമായിട്ട് അർമാദിച്ച് പോകുന്ന ഒരു കളർ പടം, ഒരു ചെത്ത് പടം എന്ന് പറയുന്ന സ്റ്റൈൽ, ഒരു ഫെസ്റ്റിവൽ മൂഡിൽ പോകുന്ന ഒരു പടമാണ് ഗുഡ് ബാഡ് അഗ്ലി. ആ പടം നമ്മൾ കണ്ടു. ആ പടത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ പറയുന്നത്. ഇതിന് അജിത്ത്, നമ്മുടെ എ കെ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. പടം മുഴുവനായിട്ട് എ കെ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. എ കെയുടെ ഒരു മാസ് പ്രകടനമാണ് പടം മുഴുവനായിട്ട് നമ്മൾ കാണുന്നത്. ഈ പടത്തിന്റെ ആദ്യത്തെ 25 മിനിറ്റ് ഉണ്ട്. എൻ്റെ പൊന്നെ, തീയിടുന്ന പോലെയാണ് എ കെയുടെ ഒരു ഇൻട്രോ സീൻ. സൂപ്പർ ആക്കിയുണ്ട്. പുള്ളിക്കാരൻ്റെ വരവൊക്കെ കിടിലൻ. അതിക് രവിചന്ദ്രനാണ് ഇതിന്റെ സംവിധാന ചിത്രത്തിന്റെ. അപ്പൊ പുള്ളിക്കാരൻ്റെ എ കെക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിതമായിട്ട് ആരാധകരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് രീതിയിൽ പുള്ളിക്കാരനെ എഴുതി തയ്യാറാക്കിയിരിക്കണം. അതുപോലത്തെ സീനുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതില് നമ്മൾ എ കെ ഉൾപ്പെടാതെ ബാക്കി താരങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ച് വെറുപ്പിക്കൽ തോന്നും അവരുടെ അഭിനയമൊക്കെ കാണുമ്പോൾ. പക്ഷെ എ കെ അങ്ങോട്ട് സക്സസ് ആക്കി മുന്നോട്ട് കൊണ്ടുപോയേക്കാൻ അടിപൊളിയായിട്ടുണ്ട്. ബാക്കി താരങ്ങളുടെ ആ വെറുപ്പിക്കൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം ലോജിക്ക് നോക്കേണ്ട കാര്യമില്ല ഈ പടത്തിന്. അതാണ് ഈ പടത്തിന്റെ ഒരു പ്രത്യേകത. കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു നടന്റെ ആരാധകനാണെങ്കിൽ ആ നടന് ഇത്തരത്തിലുള്ള ചിത്രം വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു. അതുപോലത്തെ ഒരു തകർപ്പൻ മൂടി പോകുന്ന ഒരു പടമാണ്, ഒരു പൊളി മൂടി പോകുന്ന ഒരു പടം. ഒരു എന്താ ചെയ്യാ, ഒരു ഫെസ്റ്റിവൽ മൂഡ് എന്ന് പറയാം ഈ പടത്തിന്. അതാണ് ഈ പടത്തിന് ചേരുന്ന ഒരു പേര്. അതായത് എ കെയുടെ ആരാധകർ ഒരിക്കലും ഈ പടം നിരാശപ്പെടുത്തില്ല. അത്തരത്തിലാണ് സിനിമയുടെ പോക്ക്. അതായത് ഈ പടത്തിന്റെ കഥ അങ്ങോട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് സില്ലിയായിട്ട് പറയാൻ പറ്റുന്ന കഥയാണ്. കാരണം എ കെ 14 വർഷമായിട്ട് ജയിലിലാണ്. അദ്ദേഹം ജയിലിൽ നിന്നും മകന്റെ പിറന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് കടന്നു വരുന്നു. മകനെ കാണാൻ വേണ്ടി കടന്നു വരുന്നു. പക്ഷേ അപ്പോൾ അദ്ദേഹം വരുമ്പോൾ കാണുന്നത് മകനെ കുറച്ചുപേര് കേസിലേക്ക് പെടുത്തി, കുറെ വില്ലന്മാരെ കൂടി പിടിച്ചു വെച്ച്, അങ്ങനെയുള്ള ഒരു ടമാർ പടാറായിട്ട് ഇങ്ങനെ ഒരു പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി കാണുന്നത്. പിന്നെ പുള്ളിയുടെ ഒരു എന്താ പറയണ, ഒരു അങ്ങോട്ട് ആർക്കും പിടിച്ച കിട്ടാത്ത തരത്തിലൊരു പോക്കുണ്ടല്ലോ. അതാണ് പടത്തിന്റെ കഥ. അങ്ങനെ പോകുന്നു. വൺ ലൈനായിട്ട് നമുക്ക് അങ്ങനെ പറയാം കഥയെ. പിന്നെ തൃഷയാണ് ഇതിൽ നായിക. നമ്മുടെ അജിത്തിന്റെ നായിക തൃഷയാണ്. ഇതിൽ മ്യൂസിക് സൂപ്പറായിട്ടുണ്ട്, അത് പറയണം. കാരണം ജി വി പ്രകാശ് സൂപ്പറായിട്ട് മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ എഡിറ്റിങ്ങും സൂപ്പറായിട്ടുണ്ട്. വിജയ് വേലുക്കുട്ടിയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹവും അടിപൊളിയാക്കിയിട്ടുണ്ട്. കാരണം പഴയ സീനുകളും പഴയ പാട്ടുകളൊക്കെ നല്ല കൃത്യമായ രീതിയിൽ ഏച്ചു കെട്ടിയാൽ മുടിച്ചിരിക്കും എന്ന് പറഞ്ഞ രീതിയിലല്ലാതെ തന്നെ സിനിമയിൽ നല്ല രീതിയിൽ സിനിമക്ക് യോജിക്കുന്ന തരത്തിലൊക്കെ എഡിറ്റ് ചെയ്ത് സൂപ്പർ ആക്കിയിട്ടുണ്ട്. സൂപ്പർ ആ സംഭവം ആക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പടം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്ക് നോക്കേണ്ട കാര്യമില്ല. ഒരു തകർപ്പൻ മൂഡിൽ, ഫെസ്റ്റിവൽ മൂഡിൽ ആനന്ദിച്ച് അർമാദിച്ച് കാണാൻ പറ്റുന്ന ഒരു എ കെ പടം, അതങ്ങനെ പറയാം. എ കെ പടം ഈ മങ്കാത്തയ്ക്കും വിശ്വാസത്തിനൊക്കെ മേലെ പറക്കുന്ന ഒരു എ കെ പടമാണ് ഇത്. കാരണം ആ പടത്തിനൊക്കെ കൂടുതൽ എ കെ എന്താണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് പടം. അതാണ് എനിക്ക് തോന്നിയത്, എൻ്റെ അഭിപ്രായം ഉണ്ടാ. അപ്പോൾ പടം നമുക്ക് ഒരു രോമാഞ്ചം ഉണർത്തുന്ന, അതായത് നമുക്കിങ്ങനെ രോമങ്ങൾ കാവടി പോലെ കുറച്ച് നേരമെങ്കിലും എഴുന്നേറ്റ് നിന്ന് നൃത്തമാടുന്ന തരത്തിൽ പടത്തിന്റെ പോക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും എ കെ ആരാധകർ ഒരിക്കലും നിരാശപ്പെടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പടം ഫസ്റ്റ് ഹാഫ് തകർത്തുണ്ട് ഈ പടം. അതാണ് ഈ പടത്തിന്റെ പ്രത്യേകത. ഫസ്റ്റ് ഹാഫ് തൂത്തു ആയിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ വരികയാണെങ്കിൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്തു, എനിക്കത് കുറച്ച് ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ ബാക്കി കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. അടിപൊളി ഒരു എ കെ സ്റ്റൈലിൽ മുന്നോട്ട് പോകുന്ന ഗുഡ് ബാഡ് അഗ്ലി. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.